ഒരു സംഭവം തന്നെയാണ് കരയിലെ ഏറ്റവും വലിയ സസ്തനി. വിവരിച്ചാൽ തീരാത്തത്ര കാര്യങ്ങളുണ്ട് ആനയെക്കുറിച്ച് പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആനപ്രേമികളും ഉണ്ടാകുന്നത്. പക്ഷേ ആന ഒരിക്കലും ഇണങ്ങാത്ത, മെരുക്കാൻ മാത്രം പറ്റുന്ന ഒരു വന്യമൃഗമാണെന്ന കാര്യം പലപ്പോഴും പലരും സമ്മതിച്ചു തരില്ല. കേട്ടുകേൾവികൾക്കും അതിശയ കഥകൾക്കും അപ്പുറമാണ് ആനകളുടെ യഥാർത്ഥ ജീവിതം. ആനക്കാര്യങ്ങൾ കുറേയേറെ പറയാനുണ്ട്. അല്പം നീണ്ട വീഡിയോ ആണ്, മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നമുക്ക് ആനക്കാര്യത്തിലേക്ക് പോകാം. കാഴ്ചശക്തിയില്ലാത്ത 5-6 പേർ ആനയെ കണ്ടതുപോലെ എന്ന ഒരു പ്രയോഗം പല ഭാഷകളിലുമുണ്ട്. കണ്ണുകൊണ്ട് കണ്ടാലേ ആനയുടെ രൂപധാരണ പൂർണ്ണമാകൂ എന്നാണ് ആ ശൈലിയുടെ ധ്വനി. കണ്ണ് കാണാത്തവർ ആനയെ തൊട്ടുനോക്കി പറയുക, ആന ഒരു മുറ പോലെയാണ്, ആന ഒരു തൂണ് പോലെയാണ്, ആന ഒരു ചൂല് പോലെയാണ് എന്നൊക്കെയാണല്ലോ. കരയിലെ ഏറ്റവും വലിപ്പം കൂടിയ ഈ സസ്തനിയെ അടുത്ത് കണ്ടാലേ ശരിക്കും ആളെ പിടികിട്ടൂ. കടൽ കാണാത്ത ഒരാളോട് എത്ര പറഞ്ഞിട്ടും അത് മനസ്സിലാകാത്തതുപോലെയാണ് ആനയെ കാണാത്ത ആളോടും ആനയെക്കുറിച്ച് പറയുന്നത്. പേടി മാറ്റാനെന്നും പറഞ്ഞിട്ട് ആനയുടെ കാലുകൾക്കിടയിലൂടെ നൂഴ്ത്തി കടത്തുന്ന ഒരു മണ്ടത്തരത്തിന് വിധേയരായ കുട്ടികളുണ്ടാവും. ആ കുഞ്ഞു മനസ്സിലെ ആനക്കാഴ്ചയോളം ഭീമാകാരവും ഭീതിതവുമായിട്ടുള്ള ഒരു ആനയോർമ്മ ആർക്കും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. മനുഷ്യ കായിക ശക്തിയുടെ പരിമിതികൾ അതിലംഘിക്കാനായിട്ടായിരിക്കും മനുഷ്യരാദ്യമായിട്ട് ആനകളെ മെരിക്കാൻ ശ്രമിച്ചത്. കൂടാതെ ആനപ്പടയുടെ കരുത്ത് പല യുദ്ധങ്ങളുടെയും ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കും വഹിച്ചിട്ടുണ്ട്. കൂപ്പുകളിലെ വലിയ മരങ്ങളൊക്കെ കാടിറങ്ങിയത്, മലയിറങ്ങിയത് ആനകൾ വലിച്ചിട്ടാണ്. ഉത്സവങ്ങൾക്ക് ദേവതകളുടെ തിടമ്പേറ്റാൻ മാത്രമല്ല, പല രാജാക്കന്മാർക്കും നഗരപ്രദക്ഷിണം നടത്താൻ വേണ്ടിയിട്ടും ആന വേണമായിരുന്നു. രാജാക്കന്മാർക്ക് ശിക്കാറിന് കാട്ടിൽ പോകാനും ആനപ്പുറത്തിൻ്റെ സുരക്ഷിത ആവശ്യമായിരുന്നു. അപൂർവമായിട്ട് വധശിക്ഷകൾ നടപ്പിലാക്കാനും ആനകൾ ഉപയോഗിച്ചിരുന്നു ഒരു കാലം. സർക്കസിലും മൃഗശാലകളിലുമൊക്കെ മനുഷ്യരെ രസിപ്പിക്കാനായിട്ട് ആന ഒരു ഉപകരണമായിരുന്നു. പക്ഷേ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം ഈ ജീവിയുടെ കായിക ബലത്തെ പല ഉപകരണങ്ങൾ കൊണ്ടും വാഹനങ്ങൾ കൊണ്ടും പകരം വെച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും വലിയ ജോലികൾ ചെയ്യാനുള്ള ആവശ്യത്തിനൊന്നും നമുക്ക് ആനകളെ വേണ്ട. ഇനി ഈ മൃഗത്തെ കാട്ടിൽ തന്നെ ജീവിക്കാൻ വിടുന്നതാണ് ശരി. വംശനാശ ഭീഷണിയിലുള്ള ഈ മൃഗത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ധാരാളമായിട്ട് ആനകളെ ഇപ്പോഴും കൊമ്പിനു വേണ്ടി വേട്ടയാടുന്നുണ്ട്. അങ്ങനെ അവയുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ആന മനുഷ്യനുമായിട്ട് ഇണങ്ങാതെ ഒരു വന്യമൃഗമാണ്. അതിനെ ഭയപ്പെടുത്തി മെരുക്കി നിർത്തുക മാത്രമേ മനുഷ്യ സാധ്യമായിട്ടുള്ളൂ. അതിനാൽ തന്നെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത കോഴിയും ആടും പശുവും പട്ടിയും പൂച്ചയും പോലെ ഒരു വളർത്തുമൃഗമായിട്ട് ഒരിക്കലും ആന മാറില്ല. ആനകളെ നാട്ടാന എന്ന് വെറുതെ വിളിക്കുന്നതാണ്. അതൊരു കാട്ടുമൃഗം തന്നെയാണ്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ആനകളുമായിട്ട് സമ്പർക്കപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ഒരു വീട്ടാന അല്ലെങ്കിൽ ഒരു വളർത്താന ഒരിക്കലും ഉണ്ടായിട്ടില്ല. പ്രബോസിഡെ ഓർഡറിൽപ്പെട്ടവരാണ് ആനകൾ. മേൽചുണ്ടും മൂക്കും ഒന്നിച്ച് ചേർന്ന് നീണ്ട രൂപത്തിലുള്ള പ്രബോസിസ് എന്ന് പറയുന്ന ഒരു തുമ്പിക്കൈയാണ് ഇവരുടെയൊക്കെ പ്രത്യേകത. എലിഫസ് ജനുസിൽപ്പെട്ട നമ്മുടെ ആനകൾ പ്ലിയോസിൻ കാലഘട്ടത്തിലാണ് സബ് സഹാറൻ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ പരിണമിച്ച് ഉണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നീട് അവ ആഫ്രിക്കൻ വൻകരയിലും ഏഷ്യയുടെ തെക്കൻ പകുതിയിലും പരന്നു. സിന്ധു നദീതട സംസ്കാര കാലത്തെ ശേഷിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവയിൽ ആനകളുടെ രൂപം ചിത്രണം ചെയ്ത സീലുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനർത്ഥം അത്രയും മുമ്പേ തന്നെ ആനകളെ നമ്മൾ മെരുക്കി തുടങ്ങിയിരുന്നു എന്നാണ്. ജീവികളുടെ വർഗീകരണത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ കാൾ ലീനസ് ആനയെ ആദ്യം കാണുന്നത് ശ്രീലങ്കയിൽ വെച്ചാണ്, അല്ലെങ്കിൽ സിലോണിൽ വെച്ച്. 1758 അദ്ദേഹമാണ് എലിഫസ് മാക്സിമസ് എന്ന് ആനയ്ക്ക് ശാസ്ത്രീയ നാമം നൽകിയത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും കാണുന്നവയാണ് ഇത്തരത്തിലുള്ള ഏഷ്യൻ ആനകൾ എന്ന് വിളിക്കുന്ന എലിഫസ് മാക്സിമസ്. ഈ ഏഷ്യൻ ആനകളുടെ ഉപവിഭാഗമായിട്ടുള്ള ഇന്ത്യൻ ആനകളെ എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്ന ശാസ്ത്രനാമത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത്. ഏഷ്യൻ ആനകൾ കൂടാതെ ആഫ്രിക്കയിലും ആനകളുണ്ടല്ലോ. ആഫ്രിക്കയിലെ ആനകളാണ് വലിപ്പത്തിൽ നമ്മുടെ ഏഷ്യൻ ആനകളെക്കാളും ഒക്കെ മുന്നിൽ നിൽക്കുന്നത്. ആഫ്രിക്കൻ സാവന്നുകളിൽ ജീവിക്കുന്ന സാവന്ന ആന അല്ലെങ്കിൽ ആഫ്രിക്കൻ ബുഷ് ആന എന്നൊക്കെ വിളിക്കുന്ന ലോക്സോഡോണ്ട ആഫ്രിക്കാന എന്ന് പറയുന്ന ആനകളാണ് വലിപ്പത്തിൽ ഏറ്റവും വലുത്. ഇതുകൂടാതെ ആഫ്രിക്കയിലെ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫൻറ്റ് എന്ന് വിളിക്കുന്ന ആഫ്രിക്കൻ കാട്ടാനകളുമുണ്ട്. ലോക്സോഡോണ്ട സൈക്ലോറ്റിസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. അത് വലിപ്പം കുറവാണ്, എണ്ണവും കുറവാണ്. അപ്പോൾ നമ്മുടെ ഏഷ്യൻ എലിഫൻറ്റുകളും ആഫ്രിക്കൻ എലിഫൻറ്റുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത് രസകരമാണ്. പ്രധാനമായത് ആഫ്രിക്കൻ ആനകൾക്ക് ആണിനും പെണ്ണിനും കൊമ്പുണ്ട് എന്നുള്ളതാണ്. ഏഷ്യൻ ആനകളിൽ കൊമ്പന്മാർ എന്ന് നമ്മൾ വിളിക്കുന്നത് ആണാനകളെ മാത്രമാണല്ലോ. ഏഷ്യൻ ആനകളിൽ ആണായിട്ടുള്ള മോഴ ആനകൾക്ക് പേരിനൊരു കൊമ്പുണ്ടാവും എന്നേ ഉള്ളൂ. നമ്മൾ മോഴ ആനകളെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്
ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ദയവായിട്ട് അതും കൂടി കാണുക. ആഫ്രിക്കൻ ആനകളുടെ നടുവ് ഉള്ളിലോട്ട് കുഴിഞ്ഞാണ് ഉണ്ടാകുക, മസ്തകം പരന്നിട്ടും. എന്നാൽ നമ്മുടെ ആനകളുടെ മുതുക് മുകളിലോട്ട് വളഞ്ഞോ നേരെയോ ആയിരിക്കും ഉണ്ടാകുക. കൂടാതെ നടുഭാഗം കുഴിഞ്ഞ മസ്തകവുമാണ് നമ്മുടെ ആനകൾക്കുള്ളത്. ഒരു കൗതുകകരമായിട്ടുള്ള നിരീക്ഷണം പലപ്പോഴും പറയാറുണ്ട്, ആഫ്രിക്കൻ ആനകളുടെ ചെവികൾ ആഫ്രിക്കയുടെ മാപ്പ് പോലെയായിരിക്കുമെന്ന്. നമ്മുടെ ആനകളുടെ ചെവിക്കൂട അത്ര വലിപ്പമുള്ളതല്ല. കൂടാതെ മേലതിരുകൾ പ്രായമാകുമ്പോൾ ഉള്ളിലോട്ട് മടങ്ങാറുമുണ്ട്. ഇതും കൂടാതെ ചെവിയിലും തുമ്പിക്കൈയിലും ഒക്കെ വെളുത്ത പാടുകൾ നമ്മുടെ ആനകൾക്കുണ്ടാവും, ആഫ്രിക്കൻ ആനകൾക്ക് അതില്ല. ആഫ്രിക്കൻ ആനകളുടെ തൊലി കൂടുതൽ ചുളിഞ്ഞാണ് ഉണ്ടാകുക. അപകടം പറ്റിയാലോ മറ്റോ മാത്രമാണ് ആഫ്രിക്കൻ ആനകൾ കിടക്കുക, അല്ലാത്ത സമയം അത്രയും കുതിരകളെ പോലെ ഒരേ നിൽപ്പ് തന്നെയാണ്. എലിഫന്റിയാസിസ് എന്നാണല്ലോ ഫൈലേറിയ വിരകൾ മൂലമുണ്ടാകുന്ന മന്ത് എന്ന് പറയുന്ന രോഗത്തിനുള്ള സാധാരണയായിട്ട് വിളിക്കുന്ന പേര്. മന്തും ആനയും തമ്മിലൊരു ബന്ധവുമില്ല. പക്ഷേ എങ്കിൽ മന്ത് പിടിച്ചവരുടെ കയ്യോ കാലോ ഒക്കെ വീർത്ത് ആനയുടെ കാലുകൾ പോലെ തോന്നിക്കുന്നതിനാലാണ് അതിന് എലിഫന്റിയാസിസ് എന്ന് പേരിട്ടിരിക്കുന്നത്. കരയിലെ മറ്റ് നാൽക്കാലി ജീവികളുമായിട്ടൊക്കെ സാദൃശ്യപ്പെടുത്തിയാൽ ആനക്കാലുകൾ വളരെ വ്യത്യസ്തമാണ്. കാരണം ഭൂമിയിലെ കരയിലെ ഏറ്റവും ഭാരം കൂടിയ ജീവി കൂടിയാണല്ലോ ഇത്. ഈ കാലുകളാകുന്ന 4 തൂണുകളിൽ താങ്ങിയാണല്ലോ ഈ ബൃഹദ്രൂപിയുടെ സഞ്ചാരം മുഴുവൻ. ആനയുടെ കാലുകളിൽ വിരലുകൾ പുറമെ കാണുന്നില്ല എന്നേ ഉള്ളൂ. മുൻകാലുകളിൽ 5ഉം പിൻകാലുകളിൽ 4ഉം എന്ന വിധത്തിൽ നഖങ്ങളുടെ ഉള്ളിലായിട്ട് വിരലുകളുടേതുപോലെ തന്നെ ഞെരുങ്ങി എല്ലുകൾ ഈ പാദത്തിനുള്ളിലുണ്ട്. പാദത്തിനടിയിൽ മാംസളമായിട്ടുള്ള ഒരു പാഡ് പോലുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരം മൂലം അടിഭാഗം അല്പം പരന്ന് വിസ്താരം കൂടിയിട്ടുള്ള അവസ്ഥയിലാണ് ഉണ്ടാകുക. ഉയർത്തുമ്പോൾ പഴയ പോലെ തൂണ് പോലെ ആവുകയും ചെയ്യും. അതിനാലാണ് ചെളിയിലും മറ്റും അമർന്നുപോയ കാല് വളരെ വേഗത്തിൽ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ആനയ്ക്ക് പറ്റുന്നത്. ശരീരത്തിൽ നഖങ്ങളുടെ മേൽഭാഗത്ത് മാത്രമാണ് അല്പം വിയർപ്പ് ഗ്രന്ഥികളുള്ളത്. അതിനാൽ തന്നെ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാലുകൾ അല്പം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ശീലവും ആനകൾക്കുണ്ട്. ഗജരാജ വിരാജിത മന്ദഗതി എന്നൊക്കെയാണല്ലോ കവികൾ ആനയുടെ നടത്തത്തെ ഉപമിക്കാറുള്ളത്. ചില സുന്ദരികളുടെ നടത്തം ഇതുമായിട്ടാണ് സാമ്യപ്പെടുത്തിയിട്ട് പറയാറ്. ഒരു വശത്തെ മുൻകാലും പിൻകാലും ഒന്നിച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ള നടത്തമാണ് ആനയുടേത്. എങ്കിലും അല്പം ആടി ഉലഞ്ഞതുപോലെയാണ് പുറകിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുക. ആനക്ക് വളരെ വേഗത്തിൽ നടക്കാൻ പറ്റും. ആ നടത്തത്തെ വേണമെങ്കിൽ നമുക്ക് ഓട്ടം എന്നും വിളിക്കാം. പക്ഷേ ഇതിൻ്റെ വേഗത പെട്ടെന്ന് കൂട്ടാൻ ഇവർക്ക് പറ്റില്ല. അതുപോലെ ആനക്ക് ചാടാനും കഴിയില്ല. ഉള്ളടഞ്ഞ വനങ്ങളിൽ വലിയ ശരീരവുമായിട്ട് ആന പോകുന്നതോടെ മറ്റു മൃഗങ്ങൾക്കും വഴിയാവുകയാണ് ചെയ്യുക. അങ്ങനെ ആന നടന്നുണ്ടാക്കിയ വഴികളാണ് പിന്നീട് കാട്ടുപാതകളും റോഡുകളും ഒക്കെ ആയിട്ട് മാറിയത്. വളരെ ദൂരെ നിന്നുള്ള വളരെ നേർത്ത കമ്പനങ്ങൾ വരെ ഈ കാലിലെ പാഡ് ഉപയോഗിച്ചിട്ട് തിരിച്ചറിയാൻ ആനകൾക്ക് പറ്റും. അതിനാൽ തന്നെ ആനയുടെ കാലൊരു ചെവിയും കൂടിയാണ് എന്ന് പറയാറുണ്ട്. കമ്പനങ്ങൾ കൂടുതലായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തറയിലേക്ക് കാല് കൂടുതൽ അമർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാല് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ശീലവും ഇവർക്കുണ്ട്. ചിലപ്പോൾ ഇവർ തുമ്പിക്കൈ കൊണ്ടും നിലത്ത് സ്പർശിച്ച് സ്പന്ദനങ്ങൾ അറിയാൻ ശ്രമിക്കും. ഈ കാലിനടിയിലെ പാഡ് നല്ലൊരു ഷോക്ക് അബ്സോർബറായിട്ടും ഒരു ചെരുപ്പ് പോലെയും ഒക്കെ ഇവരെ സഹായിക്കുന്നുണ്ട്. വലിയ വയർ നിറക്കാനായിട്ട് ദിവസവും എത്രയോ മണിക്കൂറുകൾ കല്ലും മുള്ളും ഉള്ള സ്ഥലങ്ങളിലൂടെ ആനകൾക്ക് അലയേണ്ടതുണ്ട്. ഈ കാലാണ് അതിനൊരു സഹായമാകുന്നത്. ശരീരതാപം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലെ വിയർപ്പ് ഗ്രന്ഥികളില്ലാത്തതിനാൽ തന്നെ ആനകൾക്ക് വലിയ വിഷമമാണ്. നഖങ്ങളുടെ മുകളിലായിട്ട് കുറച്ച് വിയർപ്പ് ഗ്രന്ഥികൾ മാത്രമേ ഇവർക്കുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ശരീരം വിയർപ്പിച്ച് തണുപ്പിക്കാൻ നമ്മളെപ്പോലെ കഴിയാത്തതുകൊണ്ട് തന്നെ ആനകൾക്ക് പകരമായിട്ടുള്ള ഒരു പരിണാമപരമായിട്ടുള്ള അനുകൂലനം അവയുടെ ചെവികളാണ്. ആഫ്രിക്കൻ ആനകൾക്ക് വലിയ ചെവികളുണ്ടായത് അവിടെ ചൂട് കൂടിയ ഒരു പ്രദേശം കൂടി ആയതിനാലാണ്. ചെവിക്കുടയിലെ രക്തക്കുഴലുകൾ വികസിപ്പിച്ച് അതിലെ വിശാല വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ചെറു കാപ്പിലറി കുഴലുകളിലൂടെ രക്തമൊഴുക്കി ചെവി വീശി ആറ്റിയാണ് ആന അതിൻ്റെ ശരീരത്തിൻ്റെ ചൂട് കുറക്കുന്നത്. ഇതുകൂടാതെ സൂര്യനിൽ നിന്നും നേരിട്ട് ചൂട് ശരീരത്തിൽ പതിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ പൊടിമണ്ണും ചളിയും ഒക്കെ വാരിപ്പൂശുന്ന ശീലവുമുണ്ട്. അതൊരു സൺസ്ക്രീനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ചൂടധികം സഹിക്കാൻ പറ്റാത്തതിനാലാണ് ആനകൾ പകൽ സമയങ്ങളിൽ മരത്തണലിൽ ചെറുറക്കമോ വിശ്രമമോ ഒക്കെ ചെയ്ത് ചൂടാറുമ്പോൾ സന്ധ്യക്കും പുലർച്ചയിലും രാത്രിയുമൊക്കെ തീറ്റ തേടി പുറത്തിറങ്ങുന്നത്. എന്തായാലും ദിവസത്തിൽ 2/3 ഭാഗം സമയവും തീറ്റ തേടിയാൽ മാത്രമേ ഇവരുടെ പെരും വയറ് നിറയുകയുള്ളൂ. കുളമ്പുള്ള മറ്റ് ജീവികളായിട്ടുള്ള റുമിനൻസ് എന്ന് പറയുന്ന മേഞ്ഞു തിന്നുന്ന പലതരത്തിലുള്ള ജീവികളിലെ മാനും കാട്ടുപോത്തും അതുപോലെയുള്ള പലതരത്തിലുള്ള ജീവികൾക്കൊക്കെ എപ്പോഴും ഭയമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഇരപിടിയൻ ദേഹത്തേക്ക് ചാടി വീണ് അവയെ തിന്നുമെന്നുള്ള ഭയം. അതിനാൽ തന്നെ ഏറ്റവും വേഗത്തിൽ കിട്ടിയ അവസരത്തിൽ പരമാവധി പുല്ലും ഇലകളും ഒക്കെ വായിലാക്കി ഉള്ളിലോട്ട് കുത്തി നിറച്ചതിൻ്റെ ശേഷം സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നീട് വിശ്രമിച്ചിട്ട് ഉള്ളിലേക്ക് എടുത്തിരിക്കുന്ന ഭക്ഷണമൊക്കെ വീണ്ടും തികട്ടി വായിലേക്ക് എടുത്ത്
അത് വീണ്ടും ചവച്ച് വൃത്തിയാക്കി ഉള്ളിലോട്ട് കൊണ്ടുപോകുന്ന ഒരു തരം അയവെട്ടൽ എന്ന് പറയുന്ന രീതിയാണല്ലോ അവർക്കൊക്കെ ഉള്ളത്. പശുവിനെ പോലെയുള്ള റുമിനൻസുകളെ പറ്റിയിട്ടും നമ്മൾ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവയുടെ ഉള്ളിൽ ദഹനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആനകളെ സംബന്ധിച്ചിടത്തോളം ആരെയും ഭയപ്പെടാനില്ല. അവരുടെ മുകളിൽ അവരെ കൊന്നു തിന്നാനുള്ള ഒരു ഇരപിടിയനും കാട്ടിലില്ല എന്ന് തന്നെ പറയാം. കടുവയും പുലിയും ഒന്നും ആനകളെ ആക്രമിക്കാറില്ല. അപൂർവമായിട്ട് ആനക്കുട്ടികളെ കടുവകൾ ചിലപ്പോൾ ആക്രമിക്കുമെന്ന് മാത്രം. അതിനാൽ തന്നെ ഇഷ്ടമുള്ളത്ര സമയമെടുത്ത് പതുക്കെ ആനകൾക്ക് തിന്നാൽ മതി. പുല്ലുകൾ കാലുകൊണ്ട് തട്ടി അതിലെ മണ്ണൊക്കെ കളഞ്ഞ് പതുക്കെയാണ് ഇവ ഭക്ഷണമാക്കുക. മരക്കൊമ്പുകളൊക്കെ താഴ്ത്തി കൊണ്ടുവന്ന് ഇലകൾ കടിച്ച് ചവച്ച് ഉള്ളിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വളരെയധികം സമയമെടുക്കും. ഈറ്റയിലെയും പുല്ലിലെയും ഒക്കെ സെല്ലുലോസിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നത് ആനയുടെ വയറ്റിലുള്ള സിംബയോട്ടിക് ബാക്ടീരിയകളാണ്. ഇതിന് ഹിൻഡ് ഗട്ട് ഫെർമെൻറ്റേഷൻ എന്നാണ് പറയുക. ഈ കഴിച്ചതിൽ വലിയൊരു ഭാഗം ദഹിക്കാതെ അതേപോലെ തന്നെ നാരുകളോടുകൂടി പുറത്തു പോവുകയാണ് ചെയ്യുക. കുട്ടിയാനകളുടെ വയറ്റിൽ ജനനസമയത്ത് ഈ ബാക്ടീരിയകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അവയെ സംബന്ധിച്ചിടത്തോളം പുല്ലും അതുപോലെയുള്ള സാധനങ്ങൾ ദഹിക്കണമെങ്കിൽ ബാക്ടീരിയകൾ ഉള്ളിലെത്തണം. അതിനു വേണ്ടിയിട്ട് കുട്ടിയാനകൾ ആദ്യം ചെയ്യുക അമ്മയുടെയോ അല്ലെങ്കിൽ മറ്റ് ആനകളുടെയോ ആനപ്പിണ്ടമാണ് ആദ്യത്തെ ഭക്ഷണമാക്കുക. അതോടുകൂടിയിട്ട് ആ ആനപ്പിണ്ടത്തിലുള്ള നൂറുകണക്കിന് ബാക്ടീരിയകൾ ഇതിൻ്റെ വയറ്റിലെത്തുകയും അവിടെ നിന്ന് പെരുകുകയും ചെയ്തിട്ട് പിന്നീട് അതിൻ്റെ ഉള്ളിലും ഈ തരത്തിലുള്ള ഹിൻഗട്ട് ഫെർമെൻറ്റേഷൻ നടക്കുകയാണ് ചെയ്യുക. ലക്ഷത്തിലധികം സ്മൂത്ത് മസിലുകളുള്ള അതീവ പ്രാധാന്യമുള്ള ഒരവയവമാണ് ആനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുമ്പിക്കൈ. മണം, സ്പർശം ഇവയൊക്കെ അറിയാൻ സഹായിക്കുന്നത് കൂടാതെ മരക്കൊമ്പുകളെയൊക്കെ താഴോട്ട് പിടിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം തേടാൻ സഹായിക്കുന്നതും ഈ തുമ്പിക്കൈയാണ്. വെള്ളവും ഭക്ഷണവും ഒക്കെ വായിലെത്തിക്കുന്നത് ഈ തുമ്പിക്കൈയാണ്. ചിഹ്നം വിളിക്കാനും വെള്ളം ദേഹത്ത് ചീറ്റാനും ചളി ദേഹത്ത് ചീറ്റാനും ഒക്കെ സഹായിക്കുന്നത് ഈ തുമ്പിക്കൈയാണ്. മറ്റാനകളെ ഗന്ധം കൊണ്ട് തിരിച്ചറിയാൻ ഇതിന് സഹായിക്കുന്നത് തുമ്പിക്കൈയാണ്. സൗഹൃദം പ്രകടിപ്പിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ മനുഷ്യന്മാർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പോലെ ആനകൾ ചിലപ്പോൾ ഇവയുടെ തുമ്പിക്കൈകൾ കൊണ്ട് പരസ്പരം പിണച്ച് സൗഹൃദം പ്രകടിപ്പിക്കുന്നത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇണചേരൽ സമയത്തും മറ്റു മൃഗങ്ങളോടോ ആനകളോടോ പൊരുതുമ്പോഴും ഒക്കെ ഈ തുമ്പിക്കൈ സഹായിക്കും. മോഴയാനകളുടെ തുമ്പിക്കൈയുടെ മേൽഭാഗം വളരെ വീതി കൂടിയതായിരിക്കും, കരുത്തുള്ളതുമായിരിക്കും. ആഫ്രിക്കൻ ആനകളുടെ തുമ്പിക്കൈയുടെ അഗ്രത്തിൽ വിരൽ പോലെ 2 ചുണ്ടുകളുണ്ടാവും. എന്നാൽ ഏഷ്യൻ ആനകളുടെ തുമ്പിക്കൈയുടെ അഗ്രത്തിൽ 1 ചുണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നല്ല നീന്തൽക്കാരാണ് ആനകൾ. വെള്ളത്തിലിറങ്ങി പുഴ കടക്കുമ്പോഴുമൊക്കെ ആഴത്തിലൂടെ നടക്കാൻ തുമ്പിക്കൈ തലയുടെ മുകളിൽ ഉയർത്തിപ്പിടിച്ച് ശ്വാസം കഴിക്കാനാവുന്നതുകൊണ്ട് തന്നെ ഒരു വിഷമവും ഇവർക്കില്ല. ഇവയുടെ തുമ്പിക്കൈയിൽ 8.5 ലിറ്ററൊക്കെ വെള്ളം ശേഖരിച്ച് വെക്കാൻ പറ്റും. ചെറുപ്പത്തിൽ ഞാനൊക്കെ പഠിച്ച ഒരു കഥയായിരുന്നു, തയ്യൽക്കാരൻ പഴത്തിന് പകരം സൂചി കൊണ്ട് ആനയുടെ തുമ്പിക്കൈയിൽ കുത്തിയൊരു കഥ. ആന പോയിട്ട് കുളിച്ച് തിരിച്ചു വരുമ്പോൾ നിറയെ വെള്ളവുമായിട്ട് വന്ന് തയ്യൽക്കാരൻ്റെ കട മുഴുവൻ നനച്ച് കളഞ്ഞ ഒരു കഥ. അന്ന് കരുതിയത് അത്രയൊക്കെ വെള്ളം ഇതിൻ്റെ തുമ്പിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. 8.5 ലിറ്റർ വെള്ളമൊക്കെ മതി ഒരു ചെറിയ തയ്യൽക്കട നനക്കാൻ. ആനയുടെ മേൽത്താടിയിലെ 2ാം ഉളിപ്പല്ലുകളാണ് കൊമ്പുകളായിട്ട് വളരുന്നത്. അവ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കും. നമ്മളെ പാൽപ്പല്ലുകളും ഒക്കെ കൊഴിഞ്ഞു പോകുന്നതും വീണ്ടും മുളച്ചു വരുന്നതും പോലെയൊന്നുമല്ല ആനയുടെ ചവക്കാനുള്ള മറ്റു പല്ലുകളുടെ അവസ്ഥ. ആനയുടെ പല്ലുകൾ നേരെ അടിയിൽ നിന്ന് അല്ല ഉയർന്നു വരിക, വായുടെ പിറകുഭാഗത്ത് നിന്നും മോണയിൽ നിന്നും വളർന്നു വന്ന് പഴയ പല്ലുകളെ വായുടെ മുൻഭാഗത്തേക്ക് തള്ളി നീക്കി പുറത്താക്കിയിട്ടാണ് പുതിയ പല്ലുകൾ ആ സ്ഥാനം നേടുക. ഒരാനയുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ 6 തവണ പുതിയ പല്ലുകൾ വരും. പ്രായമാകുന്നതോടുകൂടിയിട്ട് ഉറപ്പുള്ള ഭക്ഷണമൊന്നും ചവക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കുറ്റിപ്പല്ലുകളായിരിക്കും വായിലുണ്ടാകുക. ഇളപ്പുല്ലുകൾ മാത്രമേ ആ സമയത്ത് അതിന് ചവക്കാൻ പറ്റുള്ളൂ. അതിനാൽ വാർദ്ധക്യത്തിൽ ഭക്ഷണം ചവച്ച് തിന്നാനാവാതെ പട്ടിണി കിടന്നാണ് ആനകളുടെ സ്വാഭാവിക അന്ത്യം പലപ്പോഴും സംഭവിക്കുക. മണ്ണിൽ കുഴിച്ച് വെള്ളം കണ്ടെത്താനും വേരുകളും കിഴങ്ങുകളും ഒക്കെ കുത്തി പുറത്തെടുക്കാനും മരത്തിൻ്റെ തൊലി അടർത്താനും എതിരാളികളായിട്ടുള്ള മറ്റു ആനകളെയും മൃഗങ്ങളെയും ഒക്കെ നേരിടാനും മേൽക്കോയ്മ സ്ഥാപിക്കാനും ഭാരം എടുത്തു മാറ്റാനും വഴിയൊരുക്കാനും ഒക്കെ ഈ കൊമ്പുകളാണ് ആനകളെ സഹായിക്കുന്നത്. മനുഷ്യരിൽ ഇടംകയ്യന്മാരും വലംകയ്യന്മാരും ഉള്ളതുപോലെ തന്നെ ആനകളിലും ഇടം കൊമ്പന്മാരും വലം കൊമ്പന്മാരും ഉണ്ട്. എന്തായാലും ആനകളെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഉപകാരങ്ങൾ അതിന് ലഭിക്കുന്ന വിധത്തിൽ പരിണമിച്ചുണ്ടായതാണ് അവയുടെ കൊമ്പുകൾ. പക്ഷേ അവയുടെ ശാപവും അതുതന്നെയാണ്. ഈ കൊമ്പുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണല്ലോ ആഫ്രിക്കയിലും ഏഷ്യയിലുമൊക്കെ 100 കണക്കിന് ആനകൾ കൊല്ലപ്പെടുന്നത്. ഈ കലാസ്നേഹം മൂത്തവർ വാങ്ങിക്കൂട്ടുന്ന ശില്പങ്ങൾ, വലിയ കലാകാരന്മാർ കമാനങ്ങളായിട്ട് ആനക്കൊമ്പുകൾ ഉപയോഗിക്കുന്നത് ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ ആഫ്രിക്കൻ ആനകളെ സംബന്ധിച്ചിടത്തോളം ആണിനും പെണ്ണിനും കൊമ്പുള്ളത് കൊണ്ട് തന്നെ അതിലേതും കൊല്ലപ്പെടും. ഏഷ്യൻ ആനകളിൽ അതേസമയം ആണാനകൾക്ക് മാത്രമേ ഈ ഭീഷണിയുള്ളൂ. ആഫ്രിക്കൻ ആനകളെ സംബന്ധിച്ചിടത്തോളം അവ ഉള്ള രാജ്യങ്ങളിലൊക്കെ പലപ്പോഴായിട്ട് നടന്നിട്ടുള്ള ആഭ്യന്തര കലാപങ്ങൾക്കൊക്കെ വില നൽകേണ്ടി വന്നത് അവരാണ്. കൂലിപ്പട്ടാളക്കാർക്ക്
പണം നൽകാനായിട്ട് ആനക്കൊമ്പുകളും അവർക്ക് ഭക്ഷണമായിട്ട് ആന മാംസവും വരെ നിരവധി യുദ്ധങ്ങളുടെ ഇടയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഔദ്യോഗിക സംവിധാനങ്ങളുടെ അറിവോട് കൂടി തന്നെയാണ് ആഫ്രിക്കയിൽ ആനവേട്ടകൾ നടക്കാറുള്ളത്. ഏഷ്യൻ ആനകളിലും ആനവേട്ടകൾ കൊമ്പുള്ള ആനകളുടെ എണ്ണം ആനക്കൂട്ടങ്ങളിൽ വലുതായിട്ട് കുറക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കേൾക്കാനാവാത്തത്ര താഴ്ന്ന ആവൃത്തിയിലുള്ള ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ ആനകൾ പരസ്പരം ഉള്ള ആശയ കൈമാറ്റത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ മണ്ണിലൂടെ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന കമ്പനങ്ങളെ പറ്റിയിട്ടും നേരത്തെ പറഞ്ഞല്ലോ. മനുഷ്യർ കഴിഞ്ഞാൽ മറ്റൊരു ജീവി അവരിൽ ഓരോരാളെയും തിരിച്ചറിയാനായിട്ട് പേരുകൾ ഉപയോഗിക്കുന്നത് പോലെ ആനകളും ഇങ്ങനെ പേര് വിളിച്ച് തിരിച്ചറിയുന്നു എന്നുള്ള തരത്തിലുള്ള കൗതുകകരമായിട്ടുള്ള ഒരു വാർത്ത ജൂലൈ 24 നാച്ചുർ എക്കോളജി ആൻഡ് എവല്യൂഷനിൽ പബ്ലിഷ് ചെയ്തിരുന്നു. കെനിയയിലെ സാവന്ന എലിഫൻറ്റുകളുടെ 2 സംഘങ്ങളെ എത്രയോ വർഷങ്ങളായിട്ട് നിരീക്ഷിച്ചിട്ടാണ് ഗവേഷകർ അങ്ങനെ ഒരു കണ്ടെത്തലിലെത്തിയത്. നമുക്ക് കേൾക്കാനാവാത്തത്ര താഴ്ന്ന ആവൃത്തിയിലുള്ള ചില ഞരക്കങ്ങളൊക്കെ ആനകൾ ഉണ്ടാക്കുന്നത് എത്രയോ കാലം റെക്കോർഡ് ചെയ്യുകയും അതിനോട് മറ്റാനകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് പഠിക്കുകയും ചെയ്താണ് ഇത്തരത്തിലുള്ളൊരു നിഗമനത്തിലെത്തിയത്. അതായത് ഒരു കൂട്ടത്തിലെ ഒരാന മാത്രം ചില ശബ്ദങ്ങളോട് പ്രതികരിക്കുകയും മറ്റാനകളൊന്നും അത് കേട്ടതായിട്ട് പോലും ഭാവിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഗവേഷകർ ശ്രദ്ധിച്ചത്. അതേസമയം അതിനോടായിട്ടല്ലാത്ത ഇത്തരത്തിലുള്ള ശബ്ദങ്ങളോട് അതൊട്ടും പ്രതികരിക്കുന്നുമില്ല. അതായത് അതിനോട് പേര് വിളിച്ചിട്ട് പറയുന്നത് പോലെയായിട്ടാണ് ഗവേഷകർ അതിനെ മനസ്സിലാക്കുന്നത്. ആനകൾ വളരെ സുദൃഢമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം നയിക്കുന്ന ജീവികളാണ്. നമ്മളെപ്പോഴും കരുതുന്നത് പോലെ കൊമ്പനാനകളല്ല ആനക്കൂട്ടത്തിൻ്റെ നായകൻ. കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന ഒരു പെണ്ണാനിയായിരിക്കും സംഘത്തെ നയിക്കുക. സംഘത്തിൽ കുറേ പെണ്ണാനകളും കുഞ്ഞുങ്ങളും കുഞ്ഞിക്കൊമ്പന്മാരും ഒക്കെയാണ് ഉണ്ടാകുക. സ്വന്തം കുടുംബാംഗങ്ങളെ ഇവർക്ക് ഗന്ധം കൊണ്ട് തിരിച്ചറിയാനാവും. 6-7 വയസ്സായാൽ ആണാനകൾ കൂട്ടത്തിൽ നിന്നും ഇടയ്ക്ക് പിരിയാൻ തുടങ്ങും. സാധാരണയായിട്ട് ഒരു 12 വയസ്സൊക്കെ കഴിയുമ്പോഴേക്ക് തന്നെ കൂട്ടത്തിലെ ആണാനകൾ കൂട്ടം വിട്ടു പോകും. അതുവരെ മുതിർന്ന പെണ്ണാന നയിക്കുന്ന ഈ സംഘത്തിലെ ഒരു കുട്ടിയായിട്ടാണ് അവർ ജീവിക്കുന്നത്. പ്രായപൂർത്തിയാകുന്നതോടുകൂടിയിട്ട് കൂട്ടത്തിൽ നിന്നും പുറത്താക്കുക തന്നെയാണ് ചെയ്യുന്നത്. സ്വന്തം ബന്ധുക്കളായിട്ടുള്ള പെണ്ണാനകളുമായിട്ട് ഇണചേരാനുള്ള സാധ്യതകൾ ഒഴിവാക്കാൻ കൂടി വേണ്ടിയായിരിക്കും ഇത്. കൂട്ടം വിട്ട് ഏകാന്ത സഞ്ചാരികളാവും പിന്നീട് അവർ. തിന്നു മതിച്ച് വേറെ ആനക്കൂട്ടങ്ങളെ അന്വേഷിച്ച് അവ നടക്കും. ചിലപ്പോൾ സമാന അവസ്ഥയിൽ നടക്കുന്ന മറ്റ് ആണാനകളുമായിട്ട് കൂട്ടുകൂടി ഒരു ബാച്ചിലർ സംഘങ്ങളായിട്ടും മാറും. അതിൽ കൊമ്പില്ലാതെ മോഴകളും കാണും. ഈ ചെറുബാല്യക്കാരായിട്ടുള്ള ആണാനകൾ തമ്മിൽ ഇണചേരലിന് സമാനമായിട്ടുള്ള ചില പെരുമാറ്റങ്ങളൊക്കെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മുതിർന്ന ആണാനക്കൂട്ടങ്ങളിലും സ്വർഗാനുരാഗത്തിന് സമാനമായിട്ടുള്ള ചില ചേഷ്ടകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ചെറുപ്പക്കാരുമായിട്ടല്ല, ഏറ്റവും മുതിർന്ന 40-50 വയസ്സൊക്കെയുള്ള മുതിർന്ന കൊമ്പന്മാരുമായിട്ടാണ് ഇണചേരാൻ ആനക്കൂട്ടങ്ങളിലെ പിടിയാനകൾ സന്നദ്ധമാകുക. ഒരു കൗതുകരമായിട്ടുള്ള കാര്യം, മറ്റു സസ്തനികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആണാനകളുടെ വൃഷണസഞ്ചികൾ ശരീരത്തിന് പുറത്തല്ല, അത് ഉള്ളിൽ തന്നെ നട്ടലിനടുത്ത് വൃക്കയോട് ചേർന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കൊമ്പനാനകളുടെ ലിംഗ ഉദ്ധരിക്കുമ്പോൾ S ആകൃതിയിൽ 1 മീറ്ററോളം നീളത്തിൽ പുറത്തേക്ക് കാണും. മറ്റ് സസ്തനി പെൺമൃഗങ്ങളുടെയൊക്കെ ലൈംഗിക അവയവം വാലിന് തൊട്ട് താഴെയാണെങ്കിൽ ആനകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ബാഹ്യ ലൈംഗിക അവയവം കുറേ കൂടി താഴോട്ടാണ്, 2 കാലുകളുടെ ഇടയിലായിട്ടാണ് വരിക. ഇതുപോലെ തന്നെ ഒരു കൗതുകരമായിട്ടുള്ള കാര്യമാണ് പശുവിൻ്റെയൊക്കെ അകിട് എന്ന് പറയുന്നത് പിൻകാലുകൾക്ക് അടിയിലാണെങ്കിൽ ആനകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ സ്ഥലങ്ങൾ മുൻകാലുകൾക്കിടയിലാണ്. ആനക്കുഞ്ഞിനെ തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് മുലയൂട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പരിണമിച്ചുണ്ടായതാണ് ഇത്തരത്തിലുള്ള മുൻകാലുകൾക്കിടയിലുള്ള സ്ഥലങ്ങൾ. ആനകളുടെ വൃഷണങ്ങളെ പറ്റിയിട്ടും ആനകളുടെ സ്ഥലങ്ങളെ പറ്റിയിട്ടും ഉള്ള വേറെ വീഡിയോകൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അവയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആനയുടെ തലയുടെ 2 പാർശ്വങ്ങളിലുമായിട്ട് ടെമ്പറൽ ഗ്രന്ഥികളുണ്ട്. അത് ആനയുടെ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആനകളിൽ മസ്ത് എന്നറിയപ്പെടുന്ന ലൈംഗിക ഉണർവിൻ്റെ കാലത്ത് ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഹോർമോണിൻ്റെ അളവ് ഉൽപ്പാദനം കുതിച്ചുയരും. അപ്പോൾ ഈ ടെമ്പറൽ ഗ്രന്ഥികളിൽ നിന്ന് രൂക്ഷഗന്ധമുള്ള സ്രവങ്ങൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഇതിന് മദപ്പാട് എന്നാണ് നമ്മൾ വിളിക്കുക. മദപ്പാടുണ്ടായാൽ ഇതിൻ്റെ രൂക്ഷഗന്ധം അടിച്ചാൽ മറ്റ് കൊമ്പനാനകളൊക്കെ മാറി നിൽക്കും. ആന ചെവിയാട്ടുമ്പോൾ ഈ ഗന്ധം ദൂരേക്ക് പ്രസരണം ചെയ്യപ്പെടും. ഈ ഇണചേരൽ ആഗ്രഹത്തോടു കൂടി നടക്കുന്ന കൊമ്പന്മാരൊക്കെ തീവ്രമായിട്ടുള്ള മസ്തുള്ള ഈ കൊമ്പൻ്റെ സാന്നിധ്യം അറിഞ്ഞാൽ തൻ്റെ ആഗ്രഹം ഒഴിവാക്കി സ്ഥലം കാലിയാക്കും. മതദ്രവം പാറകളിലും മരങ്ങളിലും ഒക്കെ ഉരച്ചു വെച്ചിട്ട് ഈ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾ ഒഴിഞ്ഞു പോയിക്കൊള്ളൂ എന്നുള്ള ഒരു സന്ദേശം കൂടി കൊമ്പന്മാർ നൽകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചെറുപ്പക്കാരായിട്ടുള്ള ആനകൾക്കൊന്നും ഇണചേരാനുള്ള ഭാഗ്യം വളരെ വർഷങ്ങളോളം ലഭിക്കണം എന്നില്ല. ചിലപ്പോൾ കൊമ്പന്മാർ തമ്മിൽ ഇണക്ക് വേണ്ടിയിട്ട് കടുത്ത ആക്രമണങ്ങൾ വരെ നടത്താറുമുണ്ട്. 18 മുതൽ 22 മാസം വരെ നീണ്ടതാണ് ആനയുടെ ഗർഭകാലം. പ്രസവ സമയത്ത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ധാരാളം രോമങ്ങൾ ഉണ്ടാവും. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആനക്കുട്ടി നടക്കാൻ തുടങ്ങും. സംഘത്തിലെ എല്ലാവരുടെയും ശ്രദ്ധ ഈ കുഞ്ഞിലായിരിക്കും. ഒരു ആനക്കൂട്ടത്തിൽ ഒരു കുഞ്ഞ് പിറന്നാൽ അത് എല്ലാവരുടെയും കൂടി കുഞ്ഞ് തന്നെയാണ്. എല്ലാവരും അതിനെ ഒരേ ഉത്തരവാദിത്വത്തോടെ ശ്രദ്ധിക്കുന്നത് കാണാം. ആനക്കുട്ടി അല്പം മുതിർന്നാൽ
അമ്മ ഭക്ഷണം തേടി പോകുമ്പോൾ മറ്റ് പെണ്ണാനകൾ ആയമാരെ പോലെ ഇതിനെ സംരക്ഷിക്കുന്നത് കാണാം. ഫിഷൻ ഫ്യൂഷൻ സംവിധാനമുള്ളതാണ് ഇവയുടെ സംഘരീതി. കുറച്ച് പേര് സംഘത്തിൽ നിന്നും ഇടയ്ക്ക് പിരിഞ്ഞു പോകും. വേറെ ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും ഇതേ ക്ലാനിൽപ്പെട്ടവരാണെങ്കിൽ ഇടയ്ക്ക് ഈ സംഘത്തോടൊപ്പം ചേരുകയും ചെയ്യും. മുതിർന്ന പെണ്ണാനകൾ ചിലപ്പോൾ ഒരു പുതിയ ചെറു സംഘമായിട്ട് പിരിഞ്ഞ് പോകാറുമുണ്ട്. എങ്കിലും ബന്ധുക്കളെ ഇവർ മറക്കാറില്ല. അതുപോലെ കൃത്യമായിട്ടുള്ള ടെറിട്ടറി ശീലങ്ങളൊന്നും ഇവർക്കില്ല. എങ്കിലും ഓരോ കൂട്ടത്തിനും അതിൽ ഓരോ അംഗത്തിനും കൃത്യമായിട്ടുള്ള സ്ഥിരം മേച്ചിൽ സ്ഥലങ്ങളുണ്ടാവും. ഭക്ഷണ ലഭ്യതക്കനുസരിച്ചിട്ട് ദീർഘസഞ്ചാരങ്ങൾ ഇവർ നടത്തും. എങ്കിലും ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ചു വരുന്ന ശീലവും ഇവർക്കുണ്ട്. എത്രയോ തലമുറയായിട്ട് അങ്ങനെ തീറ്റ അന്വേഷിച്ചും വെള്ളം അന്വേഷിച്ചും നടന്ന വഴികൾ, അതിന്റെ സൂചനകൾ പുതിയ അംഗങ്ങൾക്കും അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആനത്താരകൾ എന്നാണ് ഈ പ്രാചീന വഴികളെ പറയുന്നത്. മനുഷ്യർ, ആൾക്കുരങ്ങുകൾ, ഡോൾഫിനുകൾ എന്നിവയുടേതുപോലെ തലച്ചോറിലെ നിയോകോർട്ടെക്സ് എന്ന ഭാഗം നന്നായിട്ട് വികസിച്ചവരാണ് ആനകളും. അതിനാൽ തന്നെ പലതരം പ്രത്യേക സ്വഭാവങ്ങളും ആനകൾ പ്രകടിപ്പിക്കും. സ്വത്വബോധം, സംഘാംഗങ്ങളുടെ കാര്യത്തിലുള്ള അനുകമ്പ, പരോപകാരം, ഉത്കണ്ഠ, കരുതൽ എന്നിവയൊക്കെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഉപകരണങ്ങളുടെ ഉപയോഗം, അനുകരണം, നൂതനമായിട്ടുള്ള ആശയങ്ങൾ ആവിഷ്കരിക്കൽ ഒക്കെ ആനകൾക്ക് സാധ്യമാണ്. സ്വന്തം സംഘാംഗങ്ങളോ കുഞ്ഞുങ്ങളോ മരിച്ചാൽ ദുഃഖം പ്രകടിപ്പിക്കുകയും ഏറെ നേരം ശവശരീരത്തിനടുത്ത് കഴിയുകയും കൂടെ ചില പ്രത്യേക ഗോത്ര ആചാര രീതികൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അബദ്ധത്തിൽ കൂട്ടം വിട്ടുപോകുന്ന കുഞ്ഞാനകൾ മാത്രമല്ല ഉണ്ടാകുക. കുട്ടികളെ ചിലപ്പോൾ ആനക്കൂട്ടങ്ങൾ മനഃപൂർവ്വം ഉപേക്ഷിക്കാറുമുണ്ട്, അല്ലെങ്കിൽ ചാവാൻ വിടും. അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് കൂട്ടത്തോടൊപ്പം തള്ളിക്കയറ്റാൻ നമ്മുടെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ആനസ്നേഹം മൂലം ശ്രമിക്കാറുണ്ട്. എന്നിട്ട് കൂട്ടം തെറ്റിയ ആനക്കുട്ടിയെ ആനക്കൂട്ടം സ്വീകരിച്ചില്ല എന്നൊക്കെ പത്രക്കാർ എഴുതാറുമുണ്ട്. അത് ഉള്ളിലെ കാൽപ്പനിക മൃഗസ്നേഹം മാത്രം ബാക്കിയാകുന്നതുകൊണ്ടാണ്. കൂട്ടം തെറ്റുന്നൊന്നുമല്ല, പലപ്പോഴും ആനക്കൂട്ടങ്ങൾ അവയെ ഉപേക്ഷിക്കുന്നതാണ്. ഇതിന് പല കാരണങ്ങളുണ്ടാകാം. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ മൂലം അതിജീവനശേഷി കുറവുള്ള ആനക്കുട്ടിയെ സംരക്ഷിക്കുന്നതിൽ കാര്യമില്ലെന്ന് തിരിച്ചറിയുമ്പോഴാണ് ആനക്കൂട്ടങ്ങൾ അത്തരത്തിലുള്ള ആനകൾ ഉപേക്ഷിക്കുന്നത്. ഹെർപ്പിസ് പോലുള്ള മാരക വൈറസ് രോഗങ്ങൾ ആനക്കുട്ടികൾക്ക് വന്നാലും ഗുരുതര ദഹന പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ആനക്കുട്ടിയെയും കൂട്ടം പുറത്താക്കും. കാട്ടിലെ തന്നെ അപെക്സ് പ്രെഡേറ്റർ ആയിട്ടുള്ള കടുവയുടെയൊക്കെ ഭക്ഷണമാകും ആനക്കുട്ടി. അതാണ് പ്രകൃതി നിയമവും. ഇതൊക്കെയാണ് തിന്നും ചത്തും ഒക്കെ തുടരുന്ന കാട്ടിൻ്റെ നീതി. അതിൽ മനുഷ്യരുടെ നീതിയും നിയമവും കാൽപ്പനിക സ്നേഹവും ധാർമ്മികതയും ഒക്കെ കുത്തിച്ചെലുത്തുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതേസമയം മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആനക്കുട്ടികളെ സംരക്ഷിച്ച് തിരിച്ചെടുത്തു കൊണ്ടുപോകാൻ വേണ്ടി ആനക്കൂട്ടങ്ങൾ എപ്പോഴും ശ്രമിക്കും. അത്തരം ഘട്ടങ്ങളിൽ വനം വന്യജീവി വകുപ്പും നാട്ടുകാരും ഒക്കെ ആനക്കൂട്ടത്തെ സഹായിക്കുന്നത് പോലെയല്ല ആന ഉപേക്ഷിച്ച കുഞ്ഞുങ്ങളെ തിരിച്ച് വീണ്ടും അവയുടെ കൂട്ടത്തിലേക്ക് തന്നെ കടത്തിവിടുന്നത്. ഇതുകൂടാതെ ആനകൾ പ്രസവ സമയത്തും വേദനയും മനോസംഘർഷവും മൂലം ആനക്കുഞ്ഞുങ്ങളെ കൊല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസവത്തിന് കൂടെയുള്ള സഹായിയായിട്ട് നിൽക്കുന്ന പേറ്റിച്ചി ആൻറ്റിമാർ ആനക്കുഞ്ഞുങ്ങളെ ഉടനെ തന്നെ മാറ്റി സംരക്ഷിക്കുകയാണ് പലപ്പോഴും ചെയ്യുക. ആനകളെ കൊണ്ട് കാട്ടിൽ വലിയ ഉപകാരങ്ങൾ നടക്കുന്നുണ്ട്. വേരുകൾ ഇളക്കി പുതുച്ചെടികൾ വളരാനുള്ള സഹായം നൽകുന്നത് ആനകളാണ്. ആനപ്പിണ്ടത്തിലൂടെ ബഹുദൂരത്തിലേക്ക് പലതരത്തിലുള്ള വിത്തുകളുടെ വിതരണം നടത്തുന്നതും ആനകളാണ്. മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കം മൂലം ആനകൾക്ക് കിട്ടിയ ഒരു മാരക രോഗമാണ് ക്ഷയം എന്നുള്ളത്. അത് പല ആനകളുടെയും അന്തകനാവുന്നുണ്ട്. കാടിനോട് ചേർന്നിട്ടുള്ള കൃഷിയിടങ്ങളിലേക്ക് ആനകൾ ഇറങ്ങുന്നത് വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, മാൻ ആനിമൽ ഇൻട്രാക്ഷൻ എന്നൊക്കെ പല പേരുകൾ നമ്മൾ പറയുന്നെങ്കിലും കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ആനകൾ അവരുടെ കൃഷി നശിപ്പിക്കുന്നതും വീടും അതുപോലെ ജീവനോപാധികൾ നശിപ്പിക്കുന്നതുമൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആനകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നും ഇല്ലെന്നും ഒക്കെയുള്ള പലതരത്തിലുള്ള കണക്കുകൾ വരുന്നുണ്ട്. അതുപോലെ കൃഷിക്കാർ ആനകളെ ആകർഷിക്കുന്ന വിധത്തിലുള്ള കൃഷികൾ കാടിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ് പ്രശ്നമെന്ന് പറയുന്നവരുണ്ട്. ആനകൾക്ക് കാട്ടിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കാതെ കൊണ്ടാണെന്ന് പറയുന്നവരുണ്ട്. വെള്ളം കിട്ടാതെ കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. കാട്ടിൽ സെന്ന പോലെയുള്ള അധിനിവേശ സസ്യങ്ങൾ കൂടുതലായതാണ് കാരണമെന്ന് പറയുന്നത്. എങ്കിലും പലതരത്തിലുള്ള കാരണങ്ങളുണ്ടെങ്കിലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനും സ്വത്തിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിൽ ആനക്കൂട്ടങ്ങൾ പ്രശ്നമാകുന്നുണ്ട്. അതിനുള്ള പരിഹാരത്തെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചേ മതിയാകൂ. ആനകളെ സംരക്ഷിക്കുകയും അതേസമയം തന്നെ മനുഷ്യരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നയമായിരിക്കണം നമുക്ക് വേണ്ടത്. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ വലിയ സസ്തനികളായിട്ടുള്ള ആനകൾ തൊട്ടിട്ട് വളരെ ചെറിയ പ്രാണികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തെ പലതരം ജീവികളെ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരാം. അതുവരേക്കും വണക്കം.